സത്യം സത്യമായി അരുളിയ തിരുവചനം നിത്യസത്യമായി അരുളിയ ദിവ്യവചനം ശാന്തിയായി ദീപമായി വിടുതലായി രക്ഷയായി സത്യവചനം സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ. നീലവാനിൽ ജീവനാഥൻ മേഘത്തേരിൽ വരും വിരവിൽ നീലവാനിൽ ജീവനാഥൻ മേഘത്തേരിൽ വരും വിരവിൽ നീലവാനിൽ വിണ്ണിൽ നിത്യ വീടു തീർത്ത വീട്ടിൽ നമ്മെ ചേർത്തിടുവാൻ വിണ്ണിൽ നിത്യ വീടു തീർത്ത വീട്ടിൽ നമ്മെ ചേർത്തിടുവാൻ തേജസ്സിൽ യേശു വരും തേജസ്സിൽ യേശു വരും ഹല്ലേലൂയ ഹല്ലേലൂയ നിസ പനി മപ ഗമ നിസ ഗമ പനിസ നീലവാനിൽ ജീവനാഥൻ മേഘത്തേരിൽ വരും വിരവിൽ നീലവാനിൽ. സത്യം സത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സത്യം സത്യമാ. ദർശനം അതല്ലേ എല്ലാം. 2023 ഡിസംബർ 4 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്നൊരു വാർത്ത നാം കേട്ടു. അവിടെ പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കുന്ന ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. അതിൻ്റെ കാരണം എന്തെന്നറിയണോ? ഈ പെൺകുട്ടി മറ്റൊരു PG സ്റ്റുഡൻറ്റുമായിട്ടുള്ള പ്രണയബന്ധത്തിലായിരുന്നു. എന്നാൽ വിവാഹം നടക്കണമെങ്കിൽ വലിയൊരു തുക ഇദ്ദേഹം ഡിമാൻഡ് ചെയ്തു. എത്രയെന്ന് കേൾക്കണോ? 150 പവൻ സ്വർണം, 15 ഏക്കർ ഭൂമി, പിന്നെ ഒരു BMW കാറും. അവൾ പറഞ്ഞു, ഇത്രയൊന്നും കൊടുക്കാനായിട്ട് ഞങ്ങളുടെ കയ്യിലില്ല. അവൻ കല്യാണത്തിൽ നിന്ന് പിന്മാറി. അവൾ അവളുടെ ജീവനം അവസാനിപ്പിച്ചു. ഇനിയും കോഴിക്കോട് എന്നുള്ള മറ്റൊരു വാർത്ത കേൾക്കാം. കാതൽ എന്നൊരു സിനിമ ഈയിടെ ഇറങ്ങിയിരുന്നു. സ്വവർഗാനുരാഗമാണ് ആ സിനിമയുടെ ഇതിവൃത്തം. അതിൻ്റെ സംവിധായകൻ ജിയോ ബേബി അദ്ദേഹത്തെ ഫറൂഖ് കോളേജിൽ ഒരു സെമിനാറിന് അവിടുത്തെ ഫിലിം ക്ലബ്ബ് വിളിച്ചു. എന്നാൽ അദ്ദേഹം കോഴിക്കോട് എത്തിയപ്പോഴേക്കും സെമിനാറിന് വരേണ്ട എന്നൊരു സന്ദേശം കിട്ടി. അദ്ദേഹം കുപിതനായി പ്രതികരിച്ചു. അവരുടെ കോളേജിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ടായി. ഒരു ഗ്രൂപ്പ് വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന് അനുകൂലമായും മറ്റൊരു ഗ്രൂപ്പ് വിദ്യാർത്ഥികൾ അദ്ദേഹത്തിനെതിരായും നിലപാട് സ്വീകരിച്ചു. എതിരായി നിന്ന വിദ്യാർത്ഥികൾ പറഞ്ഞ വാക്ക് കേട്ടോ. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ജിയോ ബേബിയെ സംസാരിക്കാൻ അനുവദിക്കില്ലെന്നോ തടുക്കുമെന്നോ ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല.
അദ്ദേഹത്തിന് സംസാരിക്കാൻ അനുവാദമുള്ളതുപോലെ തന്നെ, അല്ലെങ്കിൽ സംസാരിക്കാൻ അവകാശമുള്ളതുപോലെ തന്നെ അദ്ദേഹത്തെ കേൾക്കണ്ടെന്ന് തീരുമാനിക്കാനുള്ള അവകാശവും ഞങ്ങൾക്കുണ്ട്. അദ്ദേഹം പറയുന്ന പ്രസ്താവനകൾ കേൾക്കണം. ഒരാൾക്ക് ഒരു ഇണ എന്നത് തെറ്റാണ്. കുടുംബം എന്നത് ഒരു ദുഷിച്ച വ്യവസ്ഥിതിയാണ്. അതൊരു മോശം സ്ഥലമാണ്. എൻ്റെ സിനിമ കണ്ട് 10 വിവാഹമോചനങ്ങളെങ്കിലും നടന്നാൽ ഞാൻ സന്തുഷ്ടനാണ്. ഇങ്ങനെ പറയുന്ന ഒരു വ്യക്തിയെ കേൾക്കണ്ട എന്ന് തീരുമാനിക്കാനായിട്ട് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ തീരുമാനിച്ചതിൽ അതിശയമുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ 2 സംഭവങ്ങളുടെയും പശ്ചാത്തലത്തിൽ അവർ പ്രകടമാക്കുന്ന ജീവിത തത്വശാസ്ത്രം അല്ലെങ്കിൽ ജീവിത ദർശനം ഒന്ന് പരിശോധിച്ചു നോക്കാം. ഫറൂഖ് കോളേജിലെ വിദ്യാർത്ഥികളുടെ കാര്യം ആദ്യം പരിശോധിക്കാം. അവർക്ക് കുടുംബത്തെക്കുറിച്ചൊരു ദർശനമുണ്ടായിരുന്നു. കുടുംബം എന്നുള്ളത് സമൂഹത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റാണ്. ഈ യൂണിറ്റിനെ തകർക്കാനായിട്ട് ഞങ്ങൾ സമ്മതിക്കുകയില്ല. അതിനെതിരെ എത്ര പ്രബലന്മാർ വന്നാലും ഞങ്ങൾ പോരാടും എന്നുള്ളൊരു തീരുമാനമുണ്ടായിരുന്നു, ഒരു ദർശനമുണ്ടായിരുന്നു. അവർ അഭിനന്ദനം അർഹിക്കുന്നു. എന്നാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആ പെൺകുട്ടിയുടെ കാര്യമോ? അവളുടെ ജീവിത ദർശനം എന്താണ്? മെഡിക്കൽ PG വരെ എത്തി എന്നുള്ളത് വാസ്തവം. എന്നാൽ ജീവിതത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടോ? ചോദിക്കട്ടെ, ഇത്രയും പണം എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഈ പെൺകുട്ടിക്ക് സാധിക്കുമായിരുന്നു എന്ന് വിചാരിക്കുക. എങ്കിൽ തന്നെയും ഈ വിവാഹത്തിന് സമ്മതിക്കുന്നത് അവളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിയാണോ? അവരൊരുമിച്ച് കുടുംബജീവിതം ആരംഭിച്ചാൽ അത് ചാരിതാർത്ഥ്യമുള്ള സന്തോഷമുള്ള ഒരു കുടുംബജീവിതമായിരിക്കുമോ? അദ്ദേഹത്തിൻ്റെ ജീവിത കാഴ്ചപ്പാട് എങ്ങനെയെങ്കിലും എത്രയും പണമുണ്ടാക്കണം എന്നുള്ളതായിരുന്നുവെങ്കിൽ ഈ പെൺകുട്ടി ഇനി എത്ര സഹിക്കേണ്ടി വന്നേനെ. എന്നാൽ ഈ ഒരു പശ്ചാത്തലത്തിൽ അതിൽ നിന്ന് പിന്മാറാനായിട്ടുള്ള ചിന്താശക്തിയോ ജീവിത ദർശനമോ ഈ പെൺകുട്ടിക്ക് ഇല്ലാതെ പോയി. ഇനി അദ്ദേഹത്തിൻ്റെ കാര്യം നോക്കാം. അദ്ദേഹം കല്യാണം കഴിക്കുന്നതിന് വേണ്ടിയാണ്, പണമുണ്ടാക്കാൻ. പണമുണ്ടാക്കാൻ വേറെ എന്തൊക്കെ വഴിയുണ്ട്? എത്ര ദുഷിച്ച ജീവിത വ്യവസ്ഥ അല്ലെങ്കിൽ ജീവിത തത്വശാസ്ത്രം എന്ന് നമുക്ക് കാണാം. ജീവിതത്തിൽ ദർശനമുള്ള ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ ചരിത്രവും ദർശനമില്ലാത്ത 1-2 ചെറുപ്പക്കാരുടെ ജീവിതവും അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടും ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. കേൾവിക്കാരായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കൊരു ജീവിത ദർശനമുണ്ടോ? എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? അതിനെക്കുറിച്ച് ആലോചിച്ചുറച്ചൊരു തീരുമാനമുണ്ടോ? മിക്കവാറും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇങ്ങനെ ഗൗരവമായിട്ടുള്ള വിഷയങ്ങളൊന്നും മനുഷ്യർ ചിന്തിക്കുന്നില്ല. അവർ ജനിക്കുന്നു, വളരുന്നു, സമൂഹത്തിലും വീട്ടിലൊക്കെ അവർക്ക് കിട്ടുന്ന പരിശീലനത്തിനനുസരിച്ചുള്ള ഒരു ജീവിത ദർശനത്തിൽ അവരങ്ങ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മിക്കവാറും ആളുകളുടെയൊക്കെ ദർശനം ഈ ഭൂമിയിൽ ഒതുങ്ങുന്ന എങ്ങനെയെങ്കിലും കുറേ പണം ഉണ്ടാക്കി ഇവിടുത്തെ ജീവിതം അടിച്ചു പൊളിക്കണം എന്നുള്ള രീതിയിൽ പോകുന്ന ഒരു ദർശനമാണ്. അത് പകുതിക്ക് വെച്ച് മിക്കവാറും തകർന്നടിഞ്ഞ് ഇതിനു വേണ്ടിയായിരുന്നോ ഞാൻ ജീവിച്ചതെന്ന് ചോദിച്ച് അവരവസാനിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ ബൈബിളിൽ നിന്നൊരു കഥാപാത്രത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം തൻ്റെ ജീവിത ദർശനത്തെക്കുറിച്ച് പറയുന്നത് സ്വർഗീയ ദർശനമെന്നാണ്. സ്വർഗത്തിൽ നിന്ന് ലഭിച്ച ദർശനം, സ്വർഗീയനായവനിൽ നിന്ന് ലഭിച്ച ദർശനം. അതെ, ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നടത്തുന്ന ദർശനം, പാപമോചനവും നിത്യരക്ഷയും നൽകുന്ന ദർശനം. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാം. അദ്ദേഹത്തെക്കുറിച്ച് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 26-ാം അധ്യായം 19 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിലാണ് നാം അത് കാണുക. അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ആദ്യം ദമസ്കോസിലും യെരുശലേമിലും യഹൂദദേശത്തെങ്ങും ഉള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണം എന്ന് പ്രസംഗിച്ചു. ഇത് നിമിത്തം യഹൂദന്മാർ ദേവാലയത്തിൽ വെച്ച് എന്നെ പിടിച്ചു കൊല്ലുവാൻ ശ്രമിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ സഹായം ലഭിക്കയാൽ ഞാൻ ഇന്നുവരെ നിൽക്കുകയും ചെറിയവരോടും
വലിയവരോടും സാക്ഷ്യം പറഞ്ഞു പോരുകയും ചെയ്യുന്നു. ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ ആദ്യനായി ജനത്തോടും ജാതികളോടും വെളിച്ചമറിയിക്കുകയും ചെയ്യുമെന്ന് പ്രവാചകന്മാരും മോശയും ഭാവി കാലത്തെക്കുറിച്ച് പ്രസ്താവിച്ചതൊഴികെ വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. ഇങ്ങനെ പ്രതിപാദിക്കയിൽ ഫെസ്തോസ്, പൗലോസേ, നിനക്ക് ഭ്രാന്തുണ്ട്, വിദ്യാഭ്യാസത്തെ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്ന് ഉറക്കെ പറഞ്ഞു. അതിന് പൗലോസ്, രാജശ്രീ ഫെസ്തോസേ, എനിക്ക് ഭ്രാന്തില്ല. ഞാൻ സത്യവും സുബോധവുമായ വാക്കത്രേ സംസാരിക്കുന്നത്. രാജാവിന് ഇതിനെക്കുറിച്ച് അറിവുള്ളത് കൊണ്ട് അവനോട് ഞാൻ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. അവന് ഇതൊന്നും മറവായിരിക്കുന്നില്ല എന്നെനിക്ക് നിശ്ചയമുണ്ട്. അതൊരു കോണിൽ നടന്നതല്ല. അഗ്രിപ്പ രാജാവേ, പ്രവാചകന്മാരെ വിശ്വസിക്കുന്നോ? വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. അഗ്രിപ്പ പൗലോസിനോട്, ഞാൻ ക്രിസ്ത്യാനിയായിത്തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് പൗലോസ്, നീ മാത്രമല്ല, ഇന്ന് എൻ്റെ പ്രസംഗം കേൾക്കുന്നവർ എല്ലാവരും അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ ഈ ചങ്ങല ഒഴികെ എന്നെപ്പോലെ ആകണം എന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായി യേശുക്രിസ്തുവിൻ്റെ പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി അതിൻ്റെ പുറകെ പോകുന്ന യേശു മാർഗക്കാരെ ഏത് വിധേനയും പീഡിപ്പിക്കാൻ വേണ്ടി ഓടി നടന്നിരുന്ന പൗലോസ് എന്ന വ്യക്തി, അദ്ദേഹം ഒരു ദിവസം ഈ യേശുക്രിസ്തുവിനെ ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച്, ദമസ്കോസ് പട്ടണത്തിലേക്കുള്ള യാത്രയുടെ മധ്യേ വെച്ച് നേരിൽ കണ്ടു. തേജോമാനായ യേശുവിനെ കണ്ടു. തേജോമാനായ യേശുവിൻ്റെ പാദപീഠത്തിൽ അവൻ വീണു, തകർന്നു പോയി. നീ ആരാണ് കർത്താവേ? ശൗല് ചോദിച്ചു. നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. അയ്യോ, ഞാൻ വിചാരിച്ച യേശു അല്ലല്ലോ ഇത്. യേശു ഒരു വഞ്ചകനായിട്ടും ഒരു സൂത്രക്കാരനായിട്ടും ജനത്തെ പറ്റിക്കുന്നവനായിട്ടല്ലേ ഞാൻ വിചാരിച്ചിരുന്നേ. ഇതാ യേശു അല്ലല്ലോ. യേശുവിനെ കണ്ട് അവൻ തകർന്നു പോയി. ഞാൻ എന്ത് ചെയ്യണം കർത്താവേ എന്നവൻ ചോദിച്ചു. ജനത്തിന് കാൽവരിയിൽ ഞാൻ കഴിച്ച യാഗത്തിലുള്ള വിശ്വാസത്താൽ, ഉയർത്തെഴുന്നേറ്റ് പാപത്തിൻ്റെ മേൽ വിജയം നേടിയ എന്നിലുള്ള വിശ്വാസത്താൽ പാപമോചനവും രക്ഷയും അറിയിക്കുക എന്നൊരു ദർശനം യേശു പൗലോസിന് കൊടുത്തു. അന്ന് തൊട്ട് പൗലോസ് ഓട്ടം തുടങ്ങി. അതാണ് സ്വർഗീയ ദർശനം. ഈ ദർശനത്തെക്കുറിച്ചാണ് ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിച്ചില്ല എന്ന് പൗലോസ് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, 3 ചിന്തകൾ ഈ വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ ചിന്ത, യേശുവിനെ യഥാർത്ഥത്തിൽ കണ്ട വ്യക്തിയാണ് സ്വർഗീയ ദർശനം പ്രാപിക്കുന്നത്. യേശുവിനെ കാണുന്ന വ്യക്തി, യഥാർത്ഥ യേശുവിനെ കാണുന്ന വ്യക്തി, യേശു നൽകുന്ന സ്നേഹ സന്ദേശം, യേശു നൽകുന്ന നിത്യജീവൻ്റെ സന്ദേശം, യേശു നൽകുന്ന പാപമോചനത്തിൻ്റെ മാർഗം ആവേശം കൊള്ളിക്കുകയും അതിനുവേണ്ടി അദ്ദേഹം ഓടുകയും ചെയ്യും. പൗലോസിൻ്റെ കാര്യം നോക്കുക. അദ്ദേഹം യേശു മാർഗത്തെ തകർക്കാൻ നടന്ന വ്യക്തിയായിരുന്നുവെങ്കിൽ ഇന്ന് യേശു മാർഗത്തിന് വേണ്ടി തൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തേണ്ടി വന്നാലും അതിനുവേണ്ടി എന്തും സഹിക്കാനായിട്ട് തയ്യാറായി നിൽക്കുന്ന ഒരു വ്യക്തിയായിത്തീരുന്നു. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന ശ്രോതാക്കളെ, നിങ്ങൾ യേശുവിനെ കണ്ടിട്ടുണ്ട്. യേശുവിനെക്കുറിച്ച് കേൾക്കാത്തവരല്ല ഒരു പക്ഷേ എൻ്റെ ഈ സന്ദേശം കേൾക്കുന്നത്. പക്ഷേ നിങ്ങൾ യഥാർത്ഥ യേശുവിനെ കണ്ടിട്ടില്ല. യേശുവിനെക്കുറിച്ച് പൊടിപ്പും തൊങ്ങലും പിടിപ്പിച്ച അനേക കഥകൾ യേശു ജീവിച്ച കാലത്തിന് 1500-2000 കൊല്ലങ്ങൾക്ക് ശേഷം ഊഹക്കഥകളും കെട്ടുകഥകളും പറഞ്ഞ് ഒരുക്കിയ പല കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. യഥാർത്ഥ യേശുവിനെ കാണാൻ ബൈബിളിലേക്ക് വരണം. യേശു ആരാണെന്ന് നിങ്ങൾ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കിയാൽ, യേശുവിനെ കണ്ടാൽ, നിങ്ങൾക്ക് ഒരു ദർശനം പ്രാപിച്ചാൽ, നിങ്ങൾക്ക് സ്വർഗീയ ദർശനം ലഭിച്ചാൽ, നിങ്ങളും ഈ പൗലോസിൽ നിന്ന് വ്യത്യസ്തനായിരിക്കില്ല. പ്രിയപ്പെട്ടവരെ, പൗലോസ് ഈ പ്രസംഗം പറയുന്നത് എവിടെ വെച്ചാണെന്ന് അറിയാമോ? റോമൻ ഗവർണറായിട്ടുള്ള ഫെസ്തോസ്, തന്നെ സന്ദർശിക്കാൻ വന്നിരിക്കുന്ന അഗ്രിപ്പ രാജാവ്, ഇവർക്ക് 2 പേർക്കും പൗലോസിനെ തൂക്കിലേറ്റാനായിട്ടുള്ള അധികാരമുണ്ട്. ആ അധികാരമുള്ള തൻ്റെ ന്യായാധിപന്മാരുടെ മുന്നിലാണ് ഇത്ര ധൈര്യത്തോടുകൂടി ആവേശത്തോടുകൂടി പൗലോസ് തൻ്റെ സന്ദേശം, തൻ്റെ ജീവിത ദർശനം ഉറക്കെ പ്രഖ്യാപിക്കുന്നത് എന്ന് കാണുക. രണ്ടാമതായിട്ട് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്,
സ്വർഗീയ ദർശനം പ്രാപിച്ച വ്യക്തി അതിനുവേണ്ടി തൻ്റെ ജീവൻ വരെ കൊടുക്കാനായിട്ട് തയ്യാറാകും എന്നുള്ളതാണ്. നമ്മളിങ്ങനെ വായിക്കുന്നു, ഇത് നിമിത്തം യഹൂദന്മാർ ദേവാലയത്തിൽ വെച്ച് എന്നെ പിടിച്ചു കൊല്ലുവാൻ ശ്രമിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ സഹായം ലഭിക്കിയാൽ ഞാൻ ഇന്ന് വരെ നിൽക്കുകയും ചെറിയവരോടും വലിയവരോടും സാക്ഷ്യം പറഞ്ഞു പോരുകയും ചെയ്യുന്നു. എന്നെ കൊല്ലാൻ നോക്കി, എന്നെ പിടിച്ച് അവർ അടിച്ചു കൊല്ലാനായിട്ട് ശ്രമിച്ചു, പക്ഷെ ഞാൻ പിന്മാറിയില്ല. എൻ്റെ ദൈവം എനിക്ക് സഹായമായിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇന്ന് വരെ നിൽക്കും. പ്രിയപ്പെട്ടവരെ, എന്തൊരു ആവേശമുള്ള ജീവിതം, എന്തൊരു ഉത്സാഹമുള്ള ജീവിതം. ഇതിൽ പരം എന്ത് ചോദിക്കാനുണ്ട്? പൗലോസ് ഇത് പ്രസംഗിക്കുന്നത് താൻ യേശു മാർഗത്തിൽ വന്ന് 1-2 കൊല്ലങ്ങൾക്ക് ശേഷമൊന്നുമല്ല. അദ്ദേഹത്തിന് ചുരുങ്ങിയത് ഒരു 60 വയസ്സെങ്കിലും പ്രായമുള്ളപ്പോഴാണ് ഈ പ്രസംഗം പറയുന്നത്. ഈ പ്രായത്തിലും അദ്ദേഹത്തിൻ്റെ ചുറുചുറുക്കും ആവേശവും തീഷ്ണതയും നിങ്ങൾ കണ്ടുപോകും. യേശുവിന് വേണ്ടി തന്നെത്താൻ നൽകാനായിട്ട് ഈ സന്ദേശം അല്ലെങ്കിൽ ഈ സ്വർഗീയ ദർശനം അദ്ദേഹത്തെ ഉത്തേജിപ്പിക്കുന്നു, ആവേശിപ്പിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് പറയാനുള്ള കാര്യം, പൗലോസിൻ്റെ ഈ ദർശന പ്രസംഗം തന്നെ ന്യായം വിധിച്ചുകൊണ്ടിരിക്കുന്ന ന്യായാസനത്തിലിരിക്കുന്ന ഫെസ്തോസിനും അഗ്രിപ്പ രാജാവിനും അവഗണിക്കാനായിട്ട് സാധിച്ചില്ല. ഫെസ്തോസ് വിളിച്ചു പറഞ്ഞു, പൗലോസ് നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു, നീ എന്തൊക്കെ ഈ പറയുന്ന വിദ്യാപകുത്വത്താൽ നിനക്ക് തലയ്ക്ക് ഓളം പിടിച്ചിരിക്കും. യേശു ക്രിസ്തു എന്നൊരു വ്യക്തി ജീവിച്ചിരുന്നു എന്ന് പോലും അംഗീകരിക്കാനായിട്ട് ഒരുപക്ഷെ ഫെസ്തോസ് സമ്മതിച്ചില്ലേ? ആർക്കറിയാം. അദ്ദേഹം പറഞ്ഞു, ഇതൊരു കോണിൽ നടന്നതല്ല, ഈ സംഭവങ്ങൾ യെരുശലേമിൽ നടന്നിട്ട് അധികം കാലങ്ങളായിട്ടില്ല, ഇത് കൈസരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ന്യായവിസ്താരം നടക്കുന്നത്. ഇത് കെട്ടുകഥയല്ല. പ്രിയപ്പെട്ടവർ, യേശുവിനെ കുറിച്ച് എനിക്ക് ശക്തമായിട്ട് നിങ്ങളുടെ മുന്നിൽ പറയാനുള്ള കാര്യം, പൗലോസ് പറഞ്ഞ കാര്യം, ഇത് കെട്ടുകഥയല്ല, ഐതിഹ്യമല്ല, കടങ്കഥയല്ല, കേട്ടുകേൾവിയല്ല, ചരിത്രത്തിൽ സംഭവിച്ച കഥയാണ്, സംഭവമാണ്. വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചരിത്ര രേഖകളുടെ അടിസ്ഥാനത്തിൽ എന്ന് മാത്രമല്ല, AD 100-നോടടുത്ത് തന്നെ ചരിത്രകാരന്മാർ യേശുവിൻ്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളൊക്കെയും ചരിത്ര സംഭവങ്ങളായി രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് ഇതാണ്, യേശുവിനെക്കുറിച്ചുള്ള സ്വർഗീയ ദർശനം കേൾക്കുന്നവർക്ക് അത് അവഗണിക്കാനായിട്ട് ഒരിക്കലും സാധിക്കുകയില്ല. രാജാവിനോട് ചോദിച്ചു, അഗ്രിപ്പ രാജാവേ, നീ പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നുവോ? ഉണ്ട് എന്ന് എനിക്കറിയാം എന്ന് പൗലോസ് പറഞ്ഞു. അഗ്രിപ്പ രാജാവ് വിരളി പിടിച്ചു പോയി. അദ്ദേഹം പറഞ്ഞു, നീ എന്നെ അല്പം കൊണ്ട് ക്രിസ്ത്യാനിയാക്കാൻ നോക്കുകയാണോ എന്ന് പറഞ്ഞു. പൗലോസ് പറഞ്ഞത് എന്താണെന്നറിയാമോ? അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ, എന്നെ കേൾക്കുന്ന സകലരും ഈ ചങ്ങല ഒഴികെ എന്നെപ്പോലെ ആകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പൗലോസ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഒരു സ്വർഗീയ ദർശനം, യേശുവിനെ കണ്ട് യേശു നൽകുന്ന പാപമോചനവും രക്ഷയും നിത്യജീവനും അനുഭവിച്ച് സ്വർഗീയ ദർശനം പ്രാപിച്ചാലുള്ള സൗഭാഗ്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഇതുവരെയും പറഞ്ഞത്. അനേകർ അർത്ഥശൂന്യമായിട്ടുള്ള അല്പകാലത്തേക്കുള്ള നിരാശപ്പെടുത്തുന്ന ജീവിത ദർശനങ്ങളുമായിട്ട് ഈ ഭൂമിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു കഥ പറഞ്ഞാണ് തുടങ്ങിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയുടെ സങ്കടകഥ. എത്ര സങ്കടം! യൗവനകാലത്ത് തന്നെ തൻ്റെ ജീവിതം ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ തൻ ജീവിതം ഏറ്റവും വികലമായിട്ടുള്ള ഒരു തത്വശാസ്ത്രത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തി കളഞ്ഞു. അവളെ അതിലേക്ക് നടത്തിയ ആ ചെറുപ്പക്കാരനും അതുപോലെ തന്നെ ദുഷിച്ച അല്ലെങ്കിൽ അർത്ഥശൂന്യമായിട്ടുള്ള ഒരു തത്വശാസ്ത്രത്തിൻ്റെ ഉടമയായിരുന്നു. എന്നാൽ കുടുംബത്തിന് വേണ്ടി വാദിച്ച, കുടുംബം എന്ന സംവിധാനത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി, അതിൻ്റെ നന്മയ്ക്ക് വേണ്ടി വാദിച്ച ഫറൂഖ് കോളേജിലെ വിദ്യാർത്ഥികളോട് കുറച്ചെങ്കിലും ബഹുമാനമുണ്ട്. അവർ ദൈവമൊരുക്കിയ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി നിലകൊള്ളുകയും വാദിക്കുകയും ചെയ്തവരാണ്. എന്നാൽ സ്വർഗീയ ദർശനം ലഭിച്ച പൗലോസിൻ്റെ കാര്യം നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. നമ്മുടെ ഈ ജീവിതം ഈ ഭൂമിയിലെ 60, 70, 80 കൊല്ലം കൊണ്ട് തീരുവില്ല പ്രിയപ്പെട്ടവർ. അങ്ങനെ നമ്മൾ ആരും വിശ്വസിക്കുന്നുമില്ല. പിന്നെ അതിന് ശേഷം എന്താണെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ആർക്കും ധാരണയില്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് കാര്യമായിട്ട് ചിന്തിക്കാനും ആൾക്കാർ മനസ്സ് വയ്ക്കുന്നില്ല. കാരണം ചിന്തിച്ചാൽ ഒരു എത്തും പിടിയും കിട്ടുകയില്ല. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞ പ്രസ്താവന നിങ്ങൾ കേൾക്കുക, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യേശു തന്നെയും മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റുകൊണ്ട് ഇത് തെളിയിച്ച വ്യക്തിയാണ്. യേശുവിൻ്റെ കല്ലറ ഇന്നും
ഒഴിഞ്ഞു കിടക്കുകയാണ്. യേശുവിനെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ട അനേക സാക്ഷികളുടെ ചരിത്രം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ജീവിതങ്ങൾ അർത്ഥപൂർണമാക്കാനായിട്ടുള്ള വഴി സ്വർഗീയ ദർശനം പ്രാപിക്കുക എന്നുള്ളതാണ്. ഈ ഭൂമിയിലെ എന്തൊക്കെ പ്രശ്നങ്ങളും ഏതൊക്കെ വൈതരണികളും നമ്മുടെ മുന്നിൽ വന്നാലും, നമുക്ക് രോഗം വന്നാലും, സാമ്പത്തിക നഷ്ടം വന്നാലും, നമുക്ക് നിരാശ തോന്നിക്കുന്ന വിധത്തിൽ നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ നമ്മളെ വഞ്ചിച്ചാലും, നമ്മോട് കൂടെ എപ്പോഴും നിന്ന് സുരക്ഷിതമായിട്ടുള്ള സ്ഥാനത്തേക്ക് നമ്മെ കൊണ്ടുപോകാൻ കർത്താവായ യേശു ക്രിസ്തു ഉണ്ട്. ഈ യേശു ക്രിസ്തു മാത്രമേ നമുക്ക് യഥാർത്ഥത്തിലുള്ള രക്ഷ നൽകാനായിട്ട് മതിയായതായിട്ടുള്ളൂ. നമ്മുടെ ലോകം നല്ല രീതിയിലേക്കല്ല പോകുന്നത്. അനുദിനം ദേശം, ലോകങ്ങൾ, ലോകത്തിലെ വിവിധ സ്ഥലങ്ങളൊക്കെയും താഴോട്ടാണ് പോകുന്നത്. ഈ നാട് നന്നാകുമെന്നും ഈ ലോകം നന്നാകുമെന്നും ഉള്ള പ്രതീക്ഷയ്ക്ക് വലിയ സ്ഥാനമില്ല. എന്നാൽ ഈ ലോകത്തിലെ ജീവിതം താൽക്കാലികമാണെന്നും ഇവിടുത്തെ അല്പകാലത്തിന് ശേഷം സുരക്ഷിതവും ക്ഷേമവും പൂർണ്ണവുമായിട്ടുള്ള ഒരു ജീവിതമുണ്ടെന്നും ബൈബിൾ പ്രഖ്യാപിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ നേരിൽ കാണും. ഈ ലോകത്തിൽ നിങ്ങളിൽ ആർക്ക് എന്നെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്താം, തെറ്റുകളെക്കുറിച്ച് ബോധ്യം വരുത്താൻ സാധിക്കും എന്ന് തൻ്റെ ഇടത്തോടു കൂടി ചോദിച്ചത് കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. ആരുമില്ലായിരുന്നു. ലോകത്തിലെ എത്രയൊക്കെ മഹാന്മാരുണ്ട്. മഹാന്മാരെ എല്ലാവരെയും കുറിച്ച് കുറ്റങ്ങൾ തിരഞ്ഞാൽ കണ്ടെത്താനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് മാത്രം ഒരു കുറ്റവും കണ്ടെത്താനായിട്ട് ആർക്കും സാധിച്ചിട്ടില്ല. യേശു ക്രിസ്തു ദൈവം തന്നെയാണ്. ദൈവം മനുഷ്യരായി ഭൂമിയിൽ വന്നതാണ്. യേശു ക്രിസ്തു ഭൂമിയിൽ വന്നതിൻ്റെ ഉദ്ദേശം മനുഷ്യരെ രക്ഷിക്കാനാണ്. മനുഷ്യരെ സ്വർഗത്തിലേക്ക്, സൗഭാഗ്യ ജീവിതത്തിലേക്ക്, മരണശേഷമുള്ള സൗഭാഗ്യത്തിലേക്ക് കൊണ്ടുപോകാനാണ്. അതിനുവേണ്ടി നമ്മുടെ ഓരോരുത്തരുടെയും കുറ്റങ്ങൾ ഏറ്റെടുത്ത് നമുക്ക് ഓരോരുത്തർക്കും പകരക്കാരനായിട്ട് കാൽവരി ക്രൂശിൽ തന്നെ താൻ യാഗമായി നൽകിയവനാണ്. ഈ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് പാപമോചനവും രക്ഷയും സാധിക്കും. മറ്റൊരുത്തരിലും രക്ഷയില്ല എന്നുള്ള കാര്യം അറിഞ്ഞ് ഈ യേശുവിനെ മാത്രം നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കണ്ണുനീരും കഷ്ടതയും അന്നു തീരും നിർണയമായി. കണ്ണുനീരും കഷ്ടതയും അന്നു തീരും നിർണയമായി. പിന്നെ എന്നും ആനന്ദമേ, പിന്നെ എന്നും ആനന്ദമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് ഒരിക്കൽ കൂടി മഹത്വമുണ്ടാകട്ടെ. നാം കേട്ടതായിരിക്കുന്ന സന്ദേശം ജീവിതത്തിൽ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതാണ് ഏറ്റവും ഭാഗ്യകരമായിരിക്കുന്ന അവസ്ഥ. കാരണം ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കുന്നത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിലൂടെയാണ്. ഈ രക്ഷ എവിടെ, മനുഷ്യൻ്റെ പാപത്തിനുള്ള യഥാർത്ഥ പരിഹാരം എവിടെ എന്നൊക്കെയുള്ളതായിരിക്കുന്ന ചോദ്യങ്ങളാൽ സത്യാന്വേഷികളായിരിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റിലുമുണ്ട്. എന്നാൽ യഥാർത്ഥമായിരിക്കുന്ന രക്ഷയും പാപമോചനവും കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ ഒരു മനുഷ്യന് ലഭ്യമാണ് എന്നുള്ളതായിരിക്കുന്ന സന്തോഷകരമായിരിക്കുന്ന വാർത്തയാണ് സുവിശേഷത്തിന് പറയുവാനായിട്ടുള്ളത്. ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. അത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ബലിയിലുള്ള വിശ്വാസത്താലാണ്. യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാനാണ്. എൻ്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരം വരുത്താതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് കഴിയുകയില്ല. നമുക്ക് മരണത്തിനപ്പുറമുള്ള സ്വർഗീയമായിരിക്കുന്ന അനുഗ്രഹങ്ങളിലേക്ക്, സ്വർഗീയമായിരിക്കുന്ന ഭവനത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വാസ്തവമായി മാനസാന്തരപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പാപത്തിന് യഥാർത്ഥമായിരിക്കുന്ന പരിഹാരം കണ്ടെത്തുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതെ, നമുക്ക് വേണ്ടി പിതാവായിരിക്കുന്ന ദൈവം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് അയച്ച ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. അതാണ് നമുക്കുള്ള ഏക രക്ഷാമാർഗം. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു എൻ്റെ എല്ലാ പാപങ്ങൾക്കും അതിക്രമങ്ങൾക്കും അനീതികൾക്കും
അതിന് ശിക്ഷ, അതിന് പകരക്കാരനായി നമുക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു അനുഭവിച്ചു കഴിഞ്ഞു. ഇനി നാം ശിക്ഷ അനുഭവിക്കേണ്ട ആവശ്യമില്ല. നാം ഇത്രമാത്രം ചെയ്താൽ മതി, കർത്താവ് മരിച്ചത് എൻ്റെ പാപത്തിന് വേണ്ടിയിട്ടാണ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക. മാത്രമല്ല ആ കർത്താവിനെ രക്ഷകനായി, നാഥനായി സ്വീകരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന് യഥാർത്ഥമായിരിക്കും ദർശനവും അർത്ഥവും അത് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അത് കണ്ടെത്തുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ അവിടുത്തെ നാമത്തെ ഏറ്റവും നന്ദിയോടെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളെ സൃഷ്ടിച്ചത് കർത്താവാണ്, ഈ സകല പ്രപഞ്ചത്തെയും ഉണ്ടാക്കിയത് കർത്താവാണ്. ആ കർത്താവിലേക്ക് ഞങ്ങൾ വരുമ്പോഴാണല്ലോ ഞങ്ങളുടെ ജീവിതത്തിന് യഥാർത്ഥമായിരിക്കുന്ന ദർശനവും അർത്ഥവും ഞങ്ങൾ കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത്. പാപികളായിരിക്കുന്ന ഞങ്ങളുടെ പാപത്തിന് യഥാർത്ഥമായിരിക്കുന്ന പരിഹാരം കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൽ മാത്രമാണ് ലഭിക്കുന്നത് എന്നാണ് ഞങ്ങളെ കേൾപ്പിച്ചത്. കർത്താവെ, ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവകരങ്ങളിൽ താഴ്ത്തി അവരെ സമർപ്പിക്കുകയാണ്. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ആരാണ് എന്നുള്ള സത്യം മനസ്സിലാക്കി, യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചത് മനുഷ്യൻ്റെ പാപത്തിനുള്ള യഥാർത്ഥമായിരിക്കുന്ന ഒരു പ്രായശ്ചിത്ത മരണമായിരുന്നു എന്ന് മനസ്സിലാക്കി ആ കർത്താവിനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ, രക്ഷകനായി അംഗീകരിക്കുവാൻ പ്രിയപ്പെട്ടവരെ കർത്താവ് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയങ്ങളോട് കർത്താവ് സംസാരിക്കണമേ, ജീവിതങ്ങളിൽ കർത്താവ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ആത്മരക്ഷ പ്രാപിച്ച് നിത്യജീവൻ പ്രാപിച്ച് സ്വർഗത്തിൻ്റെ അവകാശികളായി തീരുവാൻ കർത്താവെ, ഞങ്ങളുടെ കേൾവിക്കാരെ കർത്താവ് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥന ആവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ് 87 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyamsatyamai@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കുക. അതിനുള്ള ഉത്തരങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിൻ്റെ മറ്റ് സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുവാനായി ഞങ്ങളുടെ സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സന്ദർശിച്ചാലും ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യം സത്യമാ, സത്യം സത്യമാ.